സതീശനും കൂട്ടരും മത്സരിച്ചു നുണ പറഞ്ഞ് LDFനെ തോൽപ്പിക്കാൻ നടക്കുകയാണ്. പക്ഷേ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകൂല് തറപ്പിച്ചു പറയുന്നു, അതൊന്നും നടക്കില്ല സതീശ എന്ന്. LDFന് ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലവിൽ സംസ്ഥാനത്തുണ്ടെന്നാണ് കനുകൂല് റിപ്പോർട്ടിൽ പറയുന്നത്. ഇടതുപക്ഷ MLA-മാരെ തോൽപ്പിക്കുക എളുപ്പമല്ലെന്നും UDF MLA-മാർ ജനവിരുദ്ധരാണെന്നും കനുകൂല് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് സർവേയിലും LDF തുടരുമെന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. LDF MLA-മാരുടെ ജനകീയതയ്ക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നു. UDF ലഘുലേഖയായ മലയാള മനോരമയുടെ വാർത്താ ചാനലായ മനോരമ ന്യൂസും ഇതിനിടെ ഒരു സർവേ നടത്തി. UDFനെ എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തിക്കാൻ കഷ്ടപ്പെടുന്ന മനോരമ മിക്ക സീറ്റിലും LDFനെ തോൽപ്പിക്കാനുള്ള പണിയെടുത്തു. 2021 അതേ പണി. മേഖലയായ ബേപ്പൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. LDFന്റെ പക്കൽ സുരക്ഷിതമായിരിക്കുന്ന ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസും PM നിയാസും യുവമോർച്ചയുടെ യുവമുഖം പ്രകാശ് ബാബും കൂടെ ഏറ്റുമുട്ടിയപ്പോൾ ചിത്രം മനോരമ സർവേ പറയുന്നത് ഇങ്ങനെയാണ്: UDF 41.3% വോട്ടുമായും 38.2% വോട്ടുമായി മുഹമ്മദ് റിയാസ് രണ്ടാം സ്ഥാനത്ത്, NDA 19.8%, പ്രകാശ് ബാബു മൂന്നാം സ്ഥാനത്ത്. മുഹമ്മദ് റിയാസിനെ മാത്രമല്ല MM മണി, P രാജീവ്, MB രാജേഷ് തുടങ്ങി നിലവിൽ നിയമസഭയിലുള്ള 32 LDF MLA-മാരെയാണ് മനോരമ 2021 തോൽപ്പിച്ചത്. ഇത്തവണയും പതിവ് പോലെ UDFനായി ഒരു സർവേ അടിച്ചിറക്കിയ മനോരമയ്ക്ക് ഒരുപാട് നുണകൾ പറയുന്നതിനിടെ അറിയാതെ മറ്റൊരു സത്യം പറയേണ്ടി വന്നു. ഇപ്പൊ 40% പേര് തുടരണമെന്ന് പറയുമ്പോൾ ഈ 54% പേര് രണ്ട് NDA മുന്നണിയും UDF-ഉമായിട്ട് ഭിന്നിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലാണെന്ന് അങ്ങനെയാണെങ്കിൽ അത് LDF-ന് കുറച്ചുകൂടി പോസിറ്റീവ് ആണ്. അതുകൊണ്ട് 100% അത് ഏകപക്ഷീയമായിട്ട് മാറണമെന്നുള്ള ഒരു വിധി നിർണയമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഒരു മത്സരം, കടുത്ത മത്സരം തന്നെ ഉണ്ടാവാം എന്നുള്ളതിന് സൂചന കൂടിയായിട്ട് ഇത് കാണണമെന്നില്ല. അത് മാത്രമല്ല, നമ്മളെപ്പോഴും കളിയാക്കി പറയുമല്ലോ, ഈ ഗോവിന്ദ മാഷൊക്കെ വന്നിട്ട് പാർട്ടിയുടെ അടിത്തറ തകർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അടിത്തറ തകർന്നിട്ടില്ല എന്നാണ് ഈ കാണുന്നത്. 40% പേര് ഈ സർക്കാർ തുടരണമെന്ന് പറയുന്നെങ്കിൽ ഇത് വലിയ കാര്യമാണ്. ഇപ്പോൾ ഈ സെഫോളജിയുടെ ടേംസിൽ പറഞ്ഞാൽ ഈ ഓപ്പോസിഷൻ യൂണിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇലക്ഷൻ മാനേജ്മെന്റിലേക്ക് അത് കടക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ 40% നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുക, ഈ 40% വോട്ടായിട്ട് കൺവെർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 40% വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതായത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മനോരമയ്ക്കും ഉറപ്പാണ്. കോൺഗ്രസിന്റെ കാശും വാങ്ങി ഒരു സർവേ നടത്തിയിട്ട് പോലും UDFനെ ജയിപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായി മനോരമ. എന്തായാലും അത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. കള്ള സർവേ ആണെങ്കിലും UDFനെ ഒന്ന് ജയിപ്പിച്ചൂടെ മനോരമയ്ക്ക്? നിങ്ങളെങ്കിലും ജയിപ്പിക്കുമെന്ന് കരുതി ആ നുണേശൻ സ്റ്റുഡിയോയുടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്.